നബി ഇബാദി, എന്റെ അടിമകൾക്ക് എന്നെ പരിചയപ്പെടുത്തി കൊടുക്ക് നബിയെ. എന്താ പറയേണ്ടത്? നിന്നെ കുറിച്ച് എന്താ പറയേണ്ടത്? അൽ ഗഫൂറുർ റഹീം, പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനാണെന്ന് പറഞ്ഞേക്ക്. അള്ളാന്റെ സെൽഫ് ഇൻട്രൊഡ്യൂസ് അള്ളാഹ് തന്നെ ചെയ്യണത് അങ്ങനെയാ. അതുകൊണ്ടാ 114 ബിസ്മിയ ഖുറാനിൽ അള്ളാഹു സെറ്റ് ചെയ്തിരിക്കണത്. ഒന്നിൽ ഇല്ലാത്തതിന് മറ്റൊന്നിൽ 2 വെച്ചിന്. എന്താ ഈ ബിസ്മിന്റെ അർത്ഥം? ഖുറാനിലെ 1-ാമത്തെ ആയത്തിന്റെ അർത്ഥം എന്താ അറിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിന്റെ നാമത്തിൽ തുടങ്ങുന്നു. ആരാണ് അള്ളാഹ്? അള്ളാഹ് എന്നെ പറയട്ടെ, വേറെ ആരെങ്കിലും പറയണ്ട. അള്ളാഹ് എന്നെ പറയട്ടെ. അർ റഹ്മാൻ അർ റഹീം, ഏത് വലിയ തെറ്റും പൊറുക്കുന്നവൻ, ഏത് ചെറിയ നന്മയും സ്വീകരിക്കുന്നവൻ. ക്ലോസ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പരലോകത്തേക്ക് പോകുമ്പോൾ ടെൻഷൻ ആവാൻ സാധ്യത 2 കാര്യം ഓർത്തിട്ടായിരിക്കും. ഒന്ന്, വല്ല തെറ്റെല്ലാം ചെയ്തു പോയിന് ഉസ്താദെ, അത്രക്കും ഞാൻ ചെയ്തു പോയി. വല്ല തെറ്റ് പൊറുക്കൂന്നല്ലോ 1-ാമത്തെ ആയിട്ട് പറഞ്ഞേ. അന്ന് പിന്നെ ആ ടെൻഷൻ പോയി. പിന്നെ മനുഷ്യന്മാർക്ക് ടെൻഷൻ ആവാൻ സാധ്യത നമ്മളെ അടുത്തൊന്നും ഇബാദില്ല, ആകെ കുഞ്ഞു ചെറിയ ഇബാദത്ത് സ്വീകരിക്കുന്നല്ലേ പറഞ്ഞത്. തീർന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ ആയത്ത് പറഞ്ഞിട്ട് അല്ലാഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പിന്നെ 3-ാമത്തെ ആയത്ത് അർ റഹ്മാനിർ റഹീം. ഇതെന്താ പറഞ്ഞോണ്ടിരിക്കും? മാറ്റർ നോക്കിയിട്ടില്ലേ? ആവർത്തനം ഉണ്ടല്ലോ പ്രസംഗത്തിൽ എന്ന് ചിലപ്പോൾ പ്രഭാഷകർ ആവർത്തിക്കും പറയൂലേ. ഇത് ഖുർആൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. 6666 ആയത്തിലെ 3-ാമത്തെ ആയത്ത് ഓതുമ്പോൾ തന്നെ ബിസ്മില്ല കട്ട് ചെയ്തിട്ട് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്തു. ബിസ്മില്ല ഒഴിവാക്കി അർ റഹ്മാനിർ റഹീം അതിനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതെന്തിനാന്ന് വെച്ചാല് അള്ളാഹു ഏത് ചെറിയ നന്മയും സ്വീകരിച്ച് ഏത് വലിയ തെറ്റും പൊറുക്കുന്നവൻ എന്ന് പറയുമ്പോൾ ഓതാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു സമാധാനമാവും. അല്ലാഹ് എന്തൊരു അള്ളയാന്നുള്ളൊരു സ്നേഹവും സമാധാനം ഉണ്ടാവും. പിന്നെ അടുത്തായത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകത്തിന്റെ അധിപനാണ് അല്ലാഹ്. അപ്പൊ ലോകം എന്ന് പറഞ്ഞാൽ അന്റാർട്ടിക്ക, ആമസോൺ, ന്യൂസിലാൻഡ്, ദക്ഷിണാഫ്രിക്ക, ആഫ്രിക്കൻ ഉപഭൂഖണ്ഡങ്ങൾ, 7-ാം ആകാശം, ശുക്രൻ, ചന്ദ്രൻ, സൂര്യൻ, ഇങ്ങനെ മൊത്തം അഖിലാണ്ട ലോകം എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയൊരു പേടിക്ക് സാധ്യതയുണ്ട്. ഞാനല്ല ഇത്രയും വലിയ ലോകം, ചെറിയ എടാ അങ്ങനെയൊന്നും ചിന്തിക്കട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ ആളെന്നെ അർ റഹ്മാനിർ റഹീം. അത് മാറണ്ട. അതിനാണ് ആയത്ത് അള്ളാഹു റിവേഴ്സ് അടിച്ചേക്കണത്. തഫ്സീർ റാസി. ഈ റബ്ബാണ് നമ്മൾ അള്ളാഹു. എന്തൊരു സ്നേഹം അടിമകളോട്.